അതാ അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ഇവിടെ കോട്ടിട്ട് നിൽക്കാനായിട്ട് താൻ ആരാടോ? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. ഈ കൊച്ചിയിൽ കോട്ടിടാനുള്ള അവകാശമുള്ള ഞാനാ. ആരാണ് ഇവരൊക്കെ? ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇവരുടെ ഒരു വെബ് സീരീസ് തല തെറിച്ചവൻ അല്ലേ? ഇനി അതൊന്നും എന്നെ ഓർമ്മപ്പെടുത്തരുത് പത്രോസേ. നിലവിൽ ഇപ്പൊ അത് വൈറലാണ്. എല്ലാ പേജുകളിലും എല്ലാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ? അല്ല, ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആക്കം കൂടുന്നു പഴമക്കാര് പറയാറുണ്ടേ. ചെറുപ്പത്തിലെ ഇവന് ഇങ്ങനെ പാട്ടുപാടിയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല മത്സരത്തിലൊക്കെ സ്കൂളിലൊക്കെ നല്ല സമ്മാനങ്ങളൊക്കെ മേടിച്ചതാ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. കമന്റുകൾ ഞാൻ നോക്കാറില്ല. ഒന്നാമത്തെ കാരണം കമന്റ് ഇതിപ്പോ നമ്മളതിന്റെ പുറകെ ഇപ്പൊ ഓടുന്നവനും ഓടിക്കുന്നവനൊക്കെ തുല്യം തന്നെ. അങ്ങനെ പറയരുത്. എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. ഇങ്ങനെ ഒരു കോട്ട് ഇടാനുള്ള ഒരു കാരണം എന്താ? സന്തോഷ് പണ്ഡിറ്റാണ് ഒരു ഉദാഹരണം. നേരത്തെ ഒരു കറവക്കാരന്റെ ലുക്കായിരുന്നല്ലോ സാറേ, ഇപ്പൊ മാറിയല്ലേ? മാറി ഇപ്പൊ കറവക്കാരൻ കോട്ടിട്ട പോലെ എഴുതി വെച്ചിട്ടില്ല, മനസ്സിലാണ് കഥ. സ്ക്രിപ്റ്റ് ഇല്ല, എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഇല്ല. ബ്രെയിൻ വർക്ക് ചെയ്ത് സ്പോട്ടിൽ കഥ പറഞ്ഞു തരികയാണ്. ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ ഊരിലെ പഞ്ഞിയല്ല പഞ്ഞം. അതൊരു ഭയങ്കര രസകരമായിട്ടുണ്ട്. കാരണം നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് അത് കാണുമ്പോൾ തന്നെ. അതൊരു വ്യത്യസ്തമായ മേക്കിംഗ് രീതിയാണ് അതിൽ മൊത്തം വന്നിരിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ? തല 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 തെറിച്ചവൻ, നാടിനും വീടിനും കൊള്ളാത്തവൻ ഇവൻ. ജോസഫേ, എന്തോടത് കേട്ടൂടെ പാട്ട്? ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. ഇവനിപ്പോ എന്റെ മനസ്സിലേക്ക് കിടക്കണത് ബിഗ് ബോക്സിൽ പോണമെന്ന്. നടക്കാത്ത കാര്യം കളാ, നടക്കുന്ന കാര്യം ആലോചിക്കും. നടക്കൂടാ, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. സ്ഥലം കാലിയാക്ക്. മേലിൽ ഈ ജാതി കേസ് കെട്ടുകളും പൊക്കി ഇങ്ങോട്ട് വന്നേക്കരുത് പറഞ്ഞേക്കാം. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.